അതെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന പാവയ്ക്ക നമ്മളെല്ലാവരും കഴിക്കാൻ മടിക്കുമല്ലേ? കാരണം വേറൊന്നുമല്ല, പാവയ്ക്കയുടെ കയ്പ്പ് കൊണ്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് കയ്പ്പില്ലാത്തൊരു പാവയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും മാത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതാ ഇവിടെ പാവയ്ക്കയുടെ തോരൻ വയ്ക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി പൊളിച്ചതും ഒരു സവാളയും പാവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാവയ്ക്ക നല്ല ഇളയതാണ്, പിന്നെ നല്ല നാടൻ പാവയ്ക്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാവയ്ക്ക കട്ട് ചെയ്യാം. പാവയ്ക്ക സാധാരണ കട്ട് ചെയ്യുന്നതിനേക്കാളും തീരെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ കൊത്തി കൊത്തി ഇടുമ്പോഴത്തേക്കും മാക്സിമം അതിൻ്റെ ഒരു കട്ടി കുറയും തോറും തന്നെ അതിനൊരു കയ്പ്പ് ചെറിയ രീതിക്ക് കുറയും. പിന്നെ ചില ആൾക്കാർ കയ്പ്പ് മാറാനായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകിയാൽ അതിന് പിന്നെ അതുകൊണ്ടുള്ള ഒരു ഗുണവും നമ്മുടെ ശരീരത്തിന് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ പാവയ്ക്ക എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി സവാളയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമ്മളിതാ വെളുത്തുള്ളിയും കുനുകുനാന്ന് കട്ട് ചെയ്ത് എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, പാവയ്ക്ക നല്ല ചെറുതായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ടൊമാറ്റോയാണ് കേട്ടോ. പാവയ്ക്കത്തോരൻ വെക്കുമ്പോൾ ടൊമാറ്റോയും കൂടി ഇട്ട് വെക്കുമ്പോൾ നമുക്ക് ആ ടൊമാറ്റോയുടെ പുളി കാരണം അതിൻ്റെ കയ്പ്പ് നല്ല രീതിക്കൊന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ടൊമാറ്റോയുടെ അരിയുടെ ഭാഗമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ക്യാപ്സിക്കം പോലുള്ള രൂപത്തിലെടുത്ത് ടൊമാറ്റോയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഒരു പാന് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ പാവയ്ക്ക ഉണ്ടല്ലോ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിലെ പ്രമേഹം നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളും പാവയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ കടുക് പൊട്ടി എല്ലാം റെഡിയാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളർ ആവണ്ട. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സവാളയും കൂടെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഈ പാവയ്ക്കയിലുണ്ടല്ലോ ഒരുപാട് പൊട്ടാസ്യവും മഗ്നീഷ്യവും ഇരുമ്പും ബീറ്റ കരോട്ടിനൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചർമ്മത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പാവയ്ക്ക ബെസ്റ്റാണ് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പാവയ്ക്കയുടെ കൂടെ തന്നെ തക്കാളി ഇട്ടാൽ തക്കാളി പെട്ടെന്ന് വെന്ത് പോവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊന്നതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ പാവയ്ക്കയുടെയും സവാളയുടെയൊക്കെ വെള്ളത്തിൽ തന്നെ അതൊന്ന് വെന്ത് വന്നോളൂ ആവിയിൽ. എന്നാലും നമ്മളൊന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വല്ല അടിയിൽ പിടിക്കുമെന്നാവുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇതിലൊന്ന് വെള്ളം കുറഞ്ഞ പോലെ തോന്നിയതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. പാവയ്ക്ക വെന്ത് വരുന്ന സമയം കൊണ്ടേ നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക തുറന്ന് നോക്കിയാലോ. പാവയ്ക്ക ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇളക്കി കൊടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക കറക്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്കിനി ഇതിലേക്കൊന്ന് അരപ്പ് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ആദ്യമേ ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പ് കുറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടെയൊക്കെ ഇളക്കിയിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ തോരൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് അപ്പം നമുക്കിതൊന്ന് ഒരു മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചേക്കാം. അപ്പോൾ ഗ്യാസൊക്കെ പിന്നീട് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തുറന്നിട്ടുണ്ടല്ലോ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരപ്പെല്ലാം നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. പാവയ്ക്കയിൽ നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇത് നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പാവയ്ക്ക തോരൻ അപ്പോൾ നല്ല കയ്പ്പ് കുറവായിരിക്കും. പിള്ളേർക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുവേ. ഞാനിവിടെ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ കിടിലം പാവയ്ക്ക തോരൻ ഇവിടെ റെഡിയായി. എന്നാൽ പിന്നെ ഉണ്ടല്ലോ നമുക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്താലോ. ഞാനിവിടെ ഇത്തിരി ചൂട് ചോറിൻ്റെ ഈ പാവയ്ക്ക തോരൻ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, വെളുത്തുള്ളിയൊക്കെ നല്ല രീതിക്ക് കിടപ്പുണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്